ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ. നാളെ ഈസ്റ്റർ ഒക്കെ അല്ലേ, നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലൊരു ഫിഷ് ബിരിയാണി അത്ര മണവും ടേസ്റ്റും ഉള്ളൊരു ഫിഷ് ബിരിയാണിയാണ്. എങ്ങനെ നമുക്കൊരു ഈസി ആയിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കാണാവേ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൈസിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ആ റൈസും സലാഡും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഫിഷ് ബിരിയാണി. കണ്ടാലോ, നമുക്കിതിൻ്റെ റെസിപ്പി കാണാവേ. ഇതുപോലത്തെ ഒരു നല്ല വിളഞ്ഞ നെമ്മീനായിരുന്നു. അതിനെ ഞാനൊരു 11 പീസാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒത്തിരി മസാല നമ്മൾ ഇടാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, ഉപ്പ്. അതിനെ ഇച്ചിരി എണ്ണയിലിട്ട് കുഴച്ചിട്ട് ഈ മീനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അല്ലാതെ ആവശ്യമില്ലാതെ വേറെ ഒരു മസാല ഇടണ്ട കേട്ടോ. കാരണം ഇത് എണ്ണയിലിടുമ്പം കരിഞ്ഞു പോവും. അപ്പോൾ ഓവറായിട്ട് മസാല ഇടാതെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാവുള്ളൂ. കണ്ടില്ലേ, ഞാൻ എല്ലാ മീനിലും മസാല തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 കഷ്ണം മീൻ മസാലയൊന്നും തേക്കാതെ അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ വെള്ളം തിളച്ച് നമുക്ക് അരി ഇടാം. ഞാൻ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. അതിനല്ലേ നല്ല മണവും ടേസ്റ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഉപയോഗിക്കാം കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസൊക്കെ സൂപ്പറാണ്. ഞാൻ ജീരകശാല അരിയാണ് ഉപയോഗിക്കുന്നത്. അതവിടെ നിന്ന് വേവട്ടെ. അതിലോട്ട് ഒരു കഷ്ണം പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക എല്ലാം കൂടി ഇട്ട് അത് നമ്മുടെ കിടന്ന് നല്ല വേവട്ടെ. ഒന്ന് നല്ല വെന്ത് വരുമ്പോഴേ ഞാൻ ഉപ്പിടാറുള്ളൂ അരിക്കെപ്പോഴും. നല്ലൊന്ന് വെന്ത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെക്കാം. ആ പാനിലോട്ട് ഞാൻ ഇച്ചിരി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഒരു 2 സവാള ആദ്യം ഞാൻ മൊരിയിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മസാലയിലിടാനുള്ള ഗോൾഡൻ ഫ്രൈ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതേ എണ്ണയിലോട്ട്, ആ ഉള്ളി വറുത്ത എണ്ണയില്ലേ, ആ സെയിം എണ്ണയിലോട്ട് ഫ്രൈ ചെയ്യാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കണ്ടില്ലേ, ഞാൻ ഈ പരുവത്തിനാണ് ഫ്രൈ ചെയ്യുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണേ. എണ്ണ കരിയാൻ പാടില്ല. ഈ സെയിം എണ്ണയിലാണ് നമ്മൾ ബിരിയാണിയും വെക്കുന്നത്. കണ്ടില്ലേ, ഈ പരുവത്തിന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം മീനെല്ലാവേ. മാംസക്കട്ടിയുള്ള ഏത് മീനും നമുക്കിങ്ങനെ വെക്കാം. ഇനി അടുത്ത ട്രിപ്പ് മീനും കൂടി ഇട്ട് അതും ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിൻ്റെ അവസ്ഥയും കൂടെ ഒന്ന് നോക്കിയാലോ. ചോറ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വെന്ത് വന്ന്. ഇനി ഉപ്പൊക്കെ ഇട്ട് ഒരു 80% ചോറ് വേവാവുള്ള. വെന്ത് കഴിയുമ്പോൾ അരിപ്പക്കൊട്ടയിലോട്ട് ഊറ്റി മാറ്റി വെക്കണം. നെയ്ച്ചോറല്ല, നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെക്കുക ചോറ്. അപ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളേ. അത് ഏതരിയാണേലും അങ്ങനെ ചെയ്താൽ മതി. വേവിച്ച് ഊറ്റി മാറ്റി വെക്കണം. കണ്ടില്ലേ, അപ്പോഴത്തേക്കും മീനെല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാ മീനും ലാസ്റ്റ് ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു, അതും ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് വേണ്ടുന്ന ചേരുവ ഏകദേശം ഒരു 2 കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 7-8 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാളയും മസാലയ്ക്ക് എടുത്തിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞത്, പുതിനയില വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആ മീൻ പൊരിച്ച എണ്ണയിലോട്ട് ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് സവാള ഇട്ട് കൊടുക്കാവുള്ളൂ. ആ മൊരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിലോട്ട് നമുക്കൊരു സ്ലൈസ് ചെയ്ത് വെച്ച 4 സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ പകുതിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു 3-3.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറ്റിയ മസാല കേട്ടോ. ഇത്രയും സവാള തന്നെ എടുക്കണേ. ഒരു 11 പീസോളം മീനുണ്ടത്. ഏകദേശം 1.5 കിലോളം മീനുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും തന്നെ നമ്മൾ സവാളയൊക്കെ എടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ പരുവ. 4 നല്ല പുളിയുള്ള തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് തക്കാളി മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, സവാളയൊക്കെ പകുതിയായി ഒന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുത്ത് എല്ലാം നല്ലപോലെ വെന്ത് ആ തക്കാളിയുടെ പച്ചമണം കാണത്തില്ലേ, അതെല്ലാം ഒന്ന് മാറി വരട്ടെ. മാറി വരുമ്പോഴത്തേക്കും
നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഞാനൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ഉണ്ട്, അരമുറി തേങ്ങയായത്, പിന്നെ 2 നാരങ്ങ പിഴിഞ്ഞതും എടുക്കുന്നുണ്ട്. ആ തേങ്ങായ നല്ല മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതാ ബിരിയാണി മസാല, 2 പീസ് പട്ട, ഇതാ ഷാജീരം, ഇത് മെയിനാണ്. ഇതൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, ഏലയ്ക്ക, ഗ്രാമ്പൂ, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും സവാളയും തക്കാളിയും എല്ലാം ഞാൻ നല്ല മൊരിഞ്ഞ് വന്നില്ലേ, അപ്പോഴത്തേക്കും ഇതേ കണ്ടില്ലേ, നമ്മൾ ആദ്യം മസാല പുരട്ടാതെ മാറ്റി വെച്ചില്ലേ, ആ മീൻ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് പൊതിഞ്ഞ് വന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ. വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ആ തേങ്ങ ഇല്ലേ, ഒരു മുറി തേങ്ങ നമ്മൾ അരച്ച് മഷി പോലെ അരച്ച് വെച്ചിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് അതിലോട്ട് ആവശ്യത്തിന് നാരങ്ങാ നീരാണ് ഇട്ട് കൊടുക്കുന്നതിന്. ഈ മസാലയ്ക്ക് ഇച്ചിരി നാരങ്ങാ നീരൊക്കെ വേണം. 2 നാരങ്ങ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇച്ചിരി ആയിട്ട് പുളി അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ആ നാരങ്ങാ നീര് ഇച്ചിരി ഒഴിച്ച് ചെറിയ തീയിലായിട്ടേക്കുന്ന, മീഡിയം ഫ്ലെയിമിലാണ് അടുപ്പ് വെച്ചേക്കുന്നത്. ഈ മസാലയാണ് ഈ ബിരിയാണിയുടെ മെയിൻ. അപ്പോൾ ഈ മസാല നല്ല പരുവത്തിനാക്കി എടുക്കണം. നാരങ്ങാ നീരും ആവശ്യത്തിനിട്ട്, ദേ മല്ലിയില ഒരു 2 കൈപ്പിടി നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില. ഇത്രയും ചോറും മീനും ഒക്കെ ഇല്ലേ, നല്ലൊരു കൈപ്പിടി പുതിന ഇല ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആവട്ടെ. മിക്സായി ആ മസാല നല്ലപോലെ ഒന്ന് ആവട്ടെ. കണ്ടില്ലേ, ആ മിക്സിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച്, അതും കൂടി തേങ്ങ അരച്ചില്ലേ, ആ മിക്സി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് എല്ലാ മസാലയും നല്ല തിക്കായി വരട്ടെ. ആ മീനും ഇച്ചിരി കൂടെ വേവാനുണ്ടല്ലോ, മീനും എല്ലാം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. മീൻ പൊരിച്ച എണ്ണയും ഒരു മീൻ കഷ്ണവും എല്ലാം കൂടെ വരുമ്പോൾ അതിന് തന്നെ നല്ല മണമാണ് കേട്ടോ. ഈ മസാലയ്ക്ക് നല്ല മണമാണ്. കണ്ടില്ലേ, നാരങ്ങാ നീരൊരു ഇച്ചിരി കുറവുണ്ടായത് ഞാൻ ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും പുളിയൊക്കെ ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം, കാരണം ഈ മസാലയാണ് നമ്മൾ ചോറിലിട്ട് മിക്സ് ആക്കുന്നത്. മീനിനെയല്ല മിക്സ് ആക്കുന്നത്, ഈ മസാലയാണ് ചോറിലിട്ട് മിക്സ് ആക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ മുമ്പോട്ട് നിന്നോട്ടെ, അപ്പോഴേ ചോറിന് നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ കേട്ടോ. ആ മീനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്, നല്ലപോലെ പൊടിച്ചു കൊടുക്കാം. പിന്നെ ആദ്യമേ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഉള്ളി, അതിൻ്റെ ഒരു 1/4 ഭാഗവും ഈ മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇച്ചിരി മല്ലിയിലയും പുതിന ഇലയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതെല്ലാം ഇച്ചിരി സമയം എടുത്തെടുത്ത് ചെയ്യുന്നത്, ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല തേങ്ങയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓരോന്നോരോന്ന് അവിടെ ഇരുന്ന് നല്ല മൊരിഞ്ഞ് വരണം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടി ഇട്ട് എല്ലാം നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ നല്ലപോലെ ഉടച്ച് ആ മസാലയിലെല്ലാം ഇതാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ സീക്രട്ട്. മീൻ ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ മസാലയാണ് കേട്ടോ. കണ്ടില്ലേ, ഇനി ഇതെല്ലാം ഒന്ന് അടച്ച് വെച്ച് നല്ല എണ്ണ തെളിഞ്ഞ് വരട്ടെ. ആ മസാല ഒന്ന് അടച്ച് നല്ല എണ്ണ തെളിഞ്ഞ്, കണ്ടില്ലേ, ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലേ ഗരം മസാല, ബിരിയാണി മസാല, അത് അതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതൊരു 1/4 ടീസ്പൂൺ അതും ഇട്ട്, പിന്നെ പൊരിച്ച് വെച്ചെത്തിന്ന് ഒരു അര മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, അതിൽ നിന്നൊരു അര മീനും കൂടി ഇട്ട്, കണ്ടില്ലേ, ആ മീനും ഒക്കെ വെന്ത് മല്ലിയിലയും ഭയങ്കര മണമാട്ടോ ഈ മസാലയ്ക്ക്. ഇതും കൂടെ ഒന്ന് പൊടിച്ച് അതിലോട്ടിട്ട് എല്ലാം നല്ലപോലെ പിടിച്ച് വരട്ടെ. കണ്ടില്ലേ, ഇനി ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ചെറിയ തീയിൽ അവിടെ അടച്ച് ദമ്മ് പോലെ അവിടെ അടച്ച് മാറ്റി വെച്ചേരാം ഒരു 10 മിനിറ്റ്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യുന്ന കാണാം. ഇനി ഒരു വലിയ പാൻ എടുത്ത് അതിലോട്ട് ഞാൻ വെന്ത ചോറ് ആദ്യം ഒരു ലെയർ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കണ്ടില്ലേ, ഈ മസാല, നമ്മുടെ ഈ മീൻ മസാല ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ആ മീൻ മസാല ഇങ്ങനെ നിരത്തി കൊടുക്കണം.
ആ പാൻ ഫുള്ളും ആ മീൻ മസാല ഒന്ന് ഇതാക്കി കൊടുക്കണം. കണ്ടില്ലേ? ഇനി ഈസിയാണ്. ഇനി ആ വെന്ത ചോറ് നമ്മൾ വേവിച്ച് വെച്ചിരുന്നില്ലേ, അത് അടുത്ത ലെയർ ഇട്ട് കൊടുക്കണം. അടുത്ത ലെയർ ചോറും ഇട്ട്, ചോറിൽ നമ്മൾ അങ്ങനെ നെയ്യോ എണ്ണയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി വേണം മേളിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് മല്ലിയിലയും പുതിനയിലയും ആ ഗരം മസാലയില്ലേ നമ്മൾ പൊടിച്ച് വെച്ച് അതും ഇട്ട്, മല്ലിയിലയും പുതിനയിലയും ഇട്ട് അടുത്ത ലെയർ ചോറും കൂടെ ഇട്ട് കൊടുക്കാവേ. നെക്സ്റ്റ് ബാക്കിയുള്ള ചോറില്ലേ, അതും കൂടി ഇട്ട്, കണ്ടില്ലേ, ഫുൾ ചോറും ഇട്ട്. ഇനി ഇതിൻ്റെ പുറത്തും സെയിം പ്രോസസ്സാണ്. ഇച്ചിരി ഉള്ളി വറുത്തതും മല്ലിയില പുതിന ഇല ഗരം മസാല എല്ലാം ഇട്ടൊന്ന് വിതറി കൊടുക്കുക. നെയ്യ്, നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ, ഞാൻ ഇച്ചിരി കുറച്ചാണ് ഇടുന്ന നെയ്യ്. ഗരം മസാല, മല്ലിയില പുതിന ഇല, പിന്നെ സവാളയില്ലേ അതും ഇട്ട്. ഇനി ലാസ്റ്റ് നമ്മൾ പൊരിച്ച് വെച്ചേക്കുന്ന മീനില്ലേ അതും ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ വേണം ദം ചെയ്യാൻ. ഫിഷ് ബിരിയാണിയുടെ ദം ഇങ്ങനെയാണ്. ഇനി ഒരു 10-20 മിനിറ്റ് നമ്മൾ അടികട്ടിയുള്ള പാത്രം ഈ പാൻ്റെ അടിയിലോട്ട് വെക്കണം. നല്ലൊരു ഫ്രൈ പാൻ ഒക്കെ ഇല്ലേ അടികട്ടിയുള്ള, അതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് മാക്സിമം ചെറിയ തീയിൽ അത് അവിടെ ഇരുന്ന് ദം ആവട്ടെ. നല്ല ഈ മീനിൻ്റെ മസാല ഇറങ്ങി നമ്മളിട്ട മസാലയും ചോറും നെയ്യും എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഒരു 25 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 25 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറക്കുമ്പം നല്ല മണവും കേട്ടോ. ഇനി ആ മീൻ മേളിൽ നിന്ന് പിറക്കി മാറ്റാം. ഒരു പാത്രത്തിലോട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ച മീൻ മാറ്റാം. മാറ്റിയിട്ട് ഈ ചോറും ആ മസാലയെല്ലാം നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. കണ്ടില്ലേ, ചോറും ആ മസാലയെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒരു തടി നോൺ സ്റ്റിക്ക് പാത്രമില്ല, ഞാനൊരു തടിത്തവി വെച്ച് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഇട്ട മസാലയില്ലേ ഫിഷിൻ്റെ മസാല, ആ മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണേ. അതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. കണ്ടില്ലേ, നല്ലപോലെ ഞാൻ ആ മസാല ചോറിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈസിയാണ്. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക. ഇനി കണ്ടില്ലേ, പ്ലേറ്റിലോട്ട് ഈ ചോറ് അങ്ങോട്ട് വിളമ്പി ഇതിൻ്റെ പുറത്തോട്ട് ഒരു ഫിഷ് ഫ്രൈയും വെച്ച്, കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ഫിഷ് ബിരിയാണി റെഡി. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കുക്കുംബറും സലാഡും പച്ചമുളകും ഇട്ടൊരു സലാഡും ഈ ചോറും, ശരിക്കും പറഞ്ഞാൽ സലാഡും ഒന്നും വേണ്ട, ആ മീനും ഒക്കെ കൂട്ടി നല്ല സൂപ്പർ ഫിഷ് ബിരിയാണി റെഡി.